ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഇന്ന് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോലെ ഇപ്പം നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. ഓക്കെ, എങ്ങനെ ട്രീ ഡെക്കറേറ്റ് ചെയ്തെന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ആക്ച്വലി ഈ ട്രീ നമ്മൾ ഷെമീനയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലാദ്യം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഷെമീനയിൽ തന്നെ വാങ്ങിച്ച കുറച്ച് ഇതിങ്ങനെ ഡ്രമ്മിൻ്റെ മോഡലിലുള്ളതും പിന്നെ ഗിഫ്റ്റ് പാക്കറ്റ് ഗിഫ്റ്റിൻ്റെ മോഡലിലൊക്കെ ഉള്ളത് നമ്മൾ അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്തിടുവാണ്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെലനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഹെലന് ഫസ്റ്റ് ടൈമാണ് ഇവരൊരു ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും. ഹേബൽ അത്യാവശ്യം നല്ല കരച്ചില്ലായിരുന്നു ആ സമയത്ത്. ഇതിൻ്റെ ഒരു ഇത് പൊട്ടിപ്പോയി. അത് ട്രൈ ചെയ്ത് കെട്ടാൻ നോക്കുന്നതാണ്, ശ്രമിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർ ഇട്ടായിരുന്നു. സ്റ്റാർ നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഹോളിൽ തന്നെയാണ് സ്റ്റാറും നമ്മൾ സെറ്റ് ചെയ്തത്. ഈ കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഷെമീനയിൽ നിന്ന് വാങ്ങിച്ചു, കുറച്ചൊക്കെ നമ്മൾ ടോപ്പ് 10 നിന്ന് വാങ്ങിച്ചു. പക്ഷെ എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ ട്രീക്കൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റം കൂടെ നമ്മൾ വാങ്ങിച്ചു. ഒരു ബ്ലൂ കളറും ഒരു റെഡ് കളറും. ഇപ്പം ഞാൻ എടുത്തത് ഒരു മണി പോലൊരു സാധനമാണ്. അത് ബെല്ലാണ്. ബെല്ല് ആക്ച്വലി അതൊരു ചെയിൻ മോഡൽ ബെല്ലാണ്. ഇത് നമ്മൾ ടോപ്പ് 10 നിന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് സിംഗിൾ പീസാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ അത് നമ്മളിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഒരു ചെയിൻ മോഡലാണ്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിരുന്നു, അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കുരുങ്ങാതെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഈ വർഷം വാങ്ങിക്കുന്നതെല്ലാം നമുക്കിനി അപ്കമിങ് ഇയേഴ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടിയിട്ടുള്ള രീതിയിലുള്ളതാണ് നമ്മൾ വാങ്ങിച്ചത്. പിള്ളേരാണെങ്കിലും നല്ലപോലെ അവർ ഒന്നും നശിപ്പിക്കാതെ ഒന്നും ഡാമേജ് ആക്കാതൊക്കെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇച്ചും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിവിടുത്തെ ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് ഇട്ട ഒരു ട്രീ ആണ്. ഞങ്ങൾ ഹേബലിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ട്രീ ഒന്നും വെച്ചിരുന്നില്ല. ഈ വർഷമാണ് നമ്മൾ ട്രീ ഒക്കെ വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തത്. പിള്ളേരാണെങ്കിലും അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കും അവർക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായി.
കൂടെ അതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഹേബൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇച്ചു അവനെ എടുത്തുകൊണ്ട് ട്രീയുടെ അടുത്തേക്ക് അവനെ ട്രീയെ പിടിച്ച് വലിച്ചു. അത് മറിഞ്ഞു പോകാഞ്ഞ ഭാഗ്യം. പിന്നെ പിള്ളേരും ഞാനിവിടെ കൂടി ഡെക്കറേറ്റ് ചെയ്ത് കുറേ നേരം. പിന്നെ ഹേബൽ കരഞ്ഞ കാരണം ഹേബലിനെ എടുത്തുകൊണ്ടിരുന്നു ഇച്ചു. പിന്നീട് ഞങ്ങൾ എടുത്തത് ഒരു മാല പോലൊരു ഇതാണ്, റെഡ് കളറിലെയാണ് നമ്മൾ എടുത്തത്. അത് ആക്ച്വലി ചെറുതായിട്ടൊന്ന് കുരുങ്ങിയായിരുന്നു. നമ്മളത് കവറിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അതൊന്ന് കുരുങ്ങിപ്പോയായിരുന്നു. അതൊക്കെ നൂർത്ത് ഞങ്ങളത് ഡെക്കറേറ്റ് ചെയ്യുന്നത് കണ്ടത്. അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് വീഡിയോയിൽ അത്ര വിസിബിൾ അല്ലെങ്കിലും അത് നേരിട്ട് ആ ട്രീയിൽ ഇടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഉച്ചയും കൂടെ കൂടിയൊക്കെ ഇരുക്കൊക്കെ അഴിച്ചിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ കൂടി അത് ഡെക്കറേറ്റ് ചെയ്തു. ഹേബലിനെ ഹേഡിൻ്റെ കയ്യിൽ കൊടുത്തു. ഹെലമോളും ഹേഡാപ്പിയും കൂടെ ഹേബലിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം. പിന്നെ ഹേബൽ അവിടെ നിന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തു. പിന്നെ അവിടെ ഒരു ക്രിസ്മസ് തൊപ്പി ഇരുന്നത് എടുത്തിട്ട് ഞാൻ ഹേബലിന് വെച്ച് കൊടുത്തു. ഹേബലിന് അതൊരു ഇഷ്ടമായിരുന്നു, അത് തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ട്രീ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഹേബൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങൾ അടുക്കി വെക്കുന്നതും അതിൽ കോർത്തിടുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഹേബലിനും. അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ തൊപ്പി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആശാൻ ഇറിറ്റേഷനായി. അന്നേരത്തേക്ക് അതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഹേബൽ. പിന്നെ ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഹേബലിന് അത്യാവശ്യം നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതായിരുന്നു ഹേബലിൻ്റെ പ്രശ്നം. തൊപ്പി എടുക്കാൻ ശ്രമിക്കുന്ന കാണുന്നത്. പിന്നെ അടുത്തത് ഇച്ചു ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. ഈ ലൈറ്റ് നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണിത്. ഇത് നമ്മൾ ഷെമീനയിൽ തന്നെ വാങ്ങിച്ചതാണ്. 12 ദിറംസോ സംതിങ് ആയുള്ളൂ ഇതിന്. എത്ര ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഈ ലൈറ്റും നല്ലതായിരുന്നു. അത് ഹീഡാപ്പിയും ഹെൽമോളും ഇച്ചും കൂടെ കൂടി സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത് വേറെ കുറച്ച് ലൈറ്റും ഉണ്ടായിരുന്നു. അത് ഇടുന്നതേ ഉള്ളൂ. ഈ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇച്ചു അതും സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഇച്ചു എടുത്തിരിക്കുന്ന ലൈറ്റ് നമ്മൾ ഷാർജയിലുണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു. പഴയ ലൈറ്റ് തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, കുറച്ചും കൂടെ വെട്ടമൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. മറ്റേ ബൾബിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പം കുറച്ചും കൂടെ ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഹെയ്ഡനും ഹെലനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇച്ചു അതിൽ സെറ്റ് ചെയ്തത്. ഞാൻ ഹേബിലൂട്ടൻ കരഞ്ഞ കാരണം അവനെ പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തേക്ക് ക്രിസ്മസ് ട്രീയുടെ അടുത്തുനിന്ന് മാറിയായിരുന്നു. 2 വർഷത്തോളമായി ഈ ലൈറ്റ്, ഇപ്പം ചൂടുന്ന ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട്. പക്ഷേ അതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ അത്രയും വലിയ ലൈറ്റ്സുകൾ നമ്മൾ കാണുന്നേ ഇല്ല. പക്ഷെ അത് ഒത്തിരി നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും നമ്മൾ നാട്ടിലും വാങ്ങിക്കൊണ്ട് പോയി കൊടുത്തായിരുന്നു. ട്രീ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ പിള്ളേരെ നിർത്തി നമ്മളെല്ലാവരും കൂടി ഒരു പിന്നെ ട്രീയുടെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൽ വളരെ കുറച്ച് മാത്രമേ ഡെക്കറേഷൻ ഐറ്റംസ് ഉള്ളൂ. പക്ഷേ സ്റ്റിൽ പിള്ളേർ ഹാപ്പി ആയിരുന്നു. കാരണം ആദ്യമായിട്ട് നമ്മളൊരു ട്രീ വാങ്ങിച്ച് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഈ വർഷം വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ട് ട്രീ ഒക്കെ വെച്ചപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു പിള്ളേർ. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം അതിൻ്റെ ലൈറ്റിങ്സ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇച്ചു അതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തു. നമ്മുടെ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം നമ്മുടെ ലൈറ്റ് വർക്ക്സ് നമ്മൾ ട്രീയിൽ ചെയ്തിരിക്കുന്നതൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. അത് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹെലമോള് മേരി ക്രിസ്മസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ട്രൈ ചെയ്യുന്ന കാണുന്നത്. ഇവിടെ ഒരു മേരി ക്രിസ്മസ് ഉണ്ട്. താഴേക്ക് നമ്മുടെ അത്യാവശ്യം വർക്കുകളും പിന്നെ നമ്മുടെ സ്റ്റാറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ അത്രയും ഭംഗി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെടുവാണെങ്കിൽ Merry Christmas to all.